മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ. എങ്ങനെയുണ്ട് നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ അല്ലേ? പ്രകൃതി ലക്സ് എന്നൊരു സ്പോട്ടാണ്. ആക്ച്വലി നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ ഇവിടെ. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് കസ്റ്റമർ നമ്മളാണ്. സ്ഥലം കൊള്ളാം. ആംബിയൻസ് ലൈക്ക് ഡീസൻറ്റ് ആംബിയൻസ് ആസ് യൂഷ്വൽ. പണ്ട് ചെയ്യുന്ന പോലെ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി 2 BHK ആണ്. നോർമൽ ഒരു ഡൈനിങ് ഏരിയ, ഒരു സോഫ, ഒരു വീട് പോലെ തന്നെ, ലിറ്ററലി ഒരു വീട് പോലെ തന്നെ. ഇത് ഞാൻ ആദ്യത്തെ റൂം അത്യാവശ്യം ഡീസൻറ്റ് മണിയറ പോലെയുള്ള റൂമാണ്. ആൻഡ് ദ വാഷ്റൂം ഇസ് സോ ഡാം ഗുഡ് മാൻ. ലൈക്ക് ഒബ്വിയസ്ലി പുതിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു കിച്ചൺ സെക്ഷൻ പോലെ, കിച്ചൺ സെക്ഷൻ അല്ല, ജസ്റ്റ് ബേസിൻ, ആവശ്യമുള്ള ടീ കോഫി സാധനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സെക്കൻഡ് റൂം ആക്ച്വലി കുറച്ചുകൂടെ വലുപ്പമുണ്ട്. അതിൻ്റെയും വാഷ്റൂം ഇസ് ഓക്കെ. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അതാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം. പുറത്തൊരു അരുവി ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസ് നേരത്തെ കാണിച്ചില്ല. അപ്പോൾ എൻട്രൻസിൻ്റെ ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. അപ്പം അതുകൊണ്ട് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. എന്തിനാ ഞങ്ങളിവിടെ വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് എടുത്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ വേറെ 2 സ്പോട്ട്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പോയിട്ട് വരാം. അപ്പോൾ ഈ കാണുന്ന ഇറക്കമാണ് നേരെ നമ്മൾ അരുവിയിലോട്ട് പോകണേ. നടന്ന് അരുവിയിലെടുത്തെത്തി. ഓ കൊള്ളാലോ ബ്രോ. പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു പാലമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പണ്ടത്തെ വാഹനം കാണുന്നു, സിംഗിൾ സീറ്ററാ, 1 ഹൗസ് പവർ. രണ്ട് സൈഡ് ബോംബ് വരട്ടെ. ഹൈബ്രിഡ് ഇറക്കി. ഇതെന്താ ഇങ്ങനെ? അത് ഫെബിന്റെ തലയാ. കഴിഞ്ഞിട്ടില്ല. കളി. മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ. ഇവിടെ ബായോടെ ഗ്രിൽ സെറ്റപ്പ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആക്ച്വലി ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മൂപ്പര് നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. സോ ഗുഡ് മോർണിംഗ് ബോയ്സ്, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ദിസ് വ്യൂ. അപ്പോൾ 7:42 AM സൺഡേ. അയ്യോ അതിലടിച്ചില്ല. നമ്മളെ വൺ റൈഡിൻ്റെ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നതാണ്. എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉണ്ട്. അത് ഫ്രീ എന്നാണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം അതെന്തായാലും കിട്ടും. പക്ഷെ എന്നാലും ഒന്ന് കടയിൽ പോയി ഒരു ചായ കുടിച്ച് തരാം. നമ്മുടെ സജിത് ഭായിയുടെ ഹിമാലയൻ. പോയിട്ട് വരാം. ഈ പ്രോപ്പർട്ടി ആക്ച്വലി ലൊക്കേഷൻ മാപ്പിലൊന്നും കാണിക്കുന്നില്ല. ബട്ട് ഇത് ഏതാ സ്ഥലം എന്നറിയോ? റിവർ ഗേറ്റിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണത്. ഈ കട തുറന്നില്ല. ആ റോഡിൻ്റെ മേലെ പാച്ചസ് ഓഫ് സൺലൈറ്റ്. നൈസ്. ഐ ആം ഹാപ്പി ടു ബി ബാക്ക്. പിഞ്ച് അങ്ങനെ ചൂണ്ടി കാണിച്ചു. അതായത് നോക്കി ഒരു ഐരാവതം വരുന്നതെന്നൊക്കെ. ഇന്നല്ലേ വേറെ ആരോ ചൂണ്ടി കാണിച്ച്. എടാ മക്കളെ, ലെറ്റ്സ് ഹാവ് സം ചായ മാൻ. ഇറങ്ങി അടിച്ചു നടന്നു. വെയിറ്റ് ഉള്ളതുകൊണ്ട് സുഖം, തിരിഞ്ഞും കയറാം. അയ്യോ ഇത് പൊക്കാനാണ്. ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് കുറച്ച് ചടങ്ങ്. ബട്ട് മോട്ടോർ സൈക്കിൾ ഇസ് എ ട്രീറ്റ് മാൻ. ഇവരിവിടെ ഡ്രൈവിങ് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അയ്യോ ഡ്രൈവിങ് പഠിപ്പിക്കില്ല. കുഴി പോയി. അയ്യോ കണ്ടന്റ് ഇപ്പോൾ പോയാലും കുഴിയിലോട്ട്. ഇതൊരു ബടൻ. ആ ചായ കുടിച്ചാൽ പോരായിട്ട് ഇതേ ഇവിടുന്ന് അഹങ്കാരം മൂത്തൊരു കോഫി ഉണ്ടാക്കി. കാടിവെള്ളം പോലെയായിപ്പോയി. രണ്ടുപേരും കുടിക്കണോ എന്നുള്ള ഡിസിഷനില്ല. നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന ഡാം കാണാം. കാണുന്നത് പണിയെടുക്കുന്ന എന്റെ വീട്ടിൽ പോലും ഞാനൊന്നും പണിയെടുത്തില്ല.
ശരി ശരി ഓക്കെ. ഇന്നലെ മറ്റേ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ അങ്ങനെ ഉറക്കത്തൊക്കെ അമ്മേ ആഫ്രിക്ക കയറി സ്വപ്ന യാത്രകളിലായിരുന്നു അല്ലേ? എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു അല്ലേ? നൈസ് അല്ലായിരുന്നോ? ഉറക്കം കിട്ടിയില്ലേ? ആ പിന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങി. 11:45 ആ ടൈം ആയപ്പം എൻ്റെ പൊന്നോ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇതിപ്പം നേരെ ബംഗളൂരിലോട്ട് പോവാണ്. സോയാ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു. അത് ഗോപ്രോയിലേക്ക് വെള്ളം കയറും, അതൊരു പ്രശ്നമാണ്. വീണ്ടും മഴക്കാർ. ഓ നോ, ഇപ്പോൾ വീണ്ടും ഞാൻ ഗോപ്രോ അകത്തോട്ട് എടുത്ത് വെക്കണോ? എന്ത് രസമല്ലേ രണ്ട് വണ്ടി ഇങ്ങനെ കാണാൻ. സജിത് ഭായിയുടെ ഹിമാലയന് നമ്മളെ ട്യൂബ്ലെസ് വീൽസാണ് വരുന്നത്. നമ്മളതിനത് ഇട്ടിട്ടില്ല, അതിടണം. നമ്മളവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ചെറിയൊരു നോർമലി ഇത് അടയ്ക്കാറില്ല, ഇനി എന്തോ അടച്ചിട്ടുണ്ട്. പിന്നെ നല്ല അട്ടമുണ്ട്, നല്ല മഴയുണ്ട്, എല്ലാം ഉണ്ട്. വണ്ടി നമ്മൾ അവിടെ വെച്ച് നടക്കാൻ തീരുമാനിച്ചു, വേറെ വഴിയില്ല. കയ്യിൽ സാധനമുണ്ട്, പഴംപൊരി പോണ്ട, മേലെ പോയിട്ട് ഫുഡും കഴിക്കാം. ചാരത്തൊരു മഴവില്ലുണ്ടേ, ചേരൊത്ത നിറങ്ങൾ തന്നേ, കാണാത്തൊരു കനവും കണ്ടേ. ഒന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക, വേറെ വഴിയില്ല. പേടിക്കണം, എൻ്റെ പഴംപൊരി തട്ടിപ്പറിച്ച് വിടുവാൻ ഒരു ആനേനെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. മഴക്കാലം എന്താ സീനല്ലേ? ബാത്തൊക്കെയാ എന്തോ ഒരു റൂമിൻ്റെ ഇതല്ലേ? റൂമ്, ഒരു സിറ്റിംഗ് ഏരിയ, ബാത്റൂം. റൈറ്റ് കോർഡിനേറ്റർ ഫെബിനോടൊപ്പം ക്യാമറാമാൻ ആകാശ്, അസിസ്റ്റന്റ് ക്യാമറാമാൻ ഇവിടെ ഉണ്ടല്ലോ സജിത് ഭായ്. പീസാണ് മെയിൻ. ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. അത്യാവശ്യം ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ റീൽസ് കണ്ടിട്ടുണ്ടാവും. പക്കാ സ്പൂക്കി. വീണ്ടും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ സാധനം എവിടെയൊക്കെ വരണം എന്നൊക്കെ. ഇത് അവിടെ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തൊരു ചുവപ്പ് കളറിൽ പൂ പോലെ എന്തോ. ആക്ച്വലി നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ രസം, ഫോണിൽ അത്ര ക്ലിയർ അല്ല. ബട്ട് സോ രാം ഗുഡ് മാൻ. എക്സ്പ്ലോർ ചെയ്ത് കാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിക്കുക. വൈബ്രൻസ് നോക്കിയാ എന്തോ ഒന്നുകൂടെ പറഞ്ഞു. യെസ്, അത് വേറെ തന്നെ ഒരു കാടേരിയ. അങ്ങനെ വീണ്ടും ഒരു കടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നിൽക്കാൻ പറ്റില്ല, നന്നാ അട്ടടിക്കും. പ്ലേസൊക്കെ നോക്കിയാ എടാ, അത്ര പോയാൽ മതി കേട്ടോ. വലിയൊരു രസമില്ല, പേടിയാവുണ്ട്. ബാബ അങ്ങോട്ടോ. ഒരു സാധനം കരഞ്ഞു, എന്തോ ഒരു ബേർഡാണ്, പക്ഷെ എന്താന്ന് കണ്ടില്ല. ഫുള്ള് കാട്ടിന്റെ ഉള്ളിലോട്ടായിരിക്കും. അവിടെ ഞാൻ പേടിച്ചോടാ, നീ ബാക്കോട്ട് വന്നപ്പോ. പക്ഷെ നല്ല സൗണ്ട് ഇരുന്നുണ്ടേ. ഗോപ്രോ ഓഫാക്കിയ മുതൽ ഫുൾ മഴയായിരുന്നു. മഴ കംപ്ലീറ്റ് ഒന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ അവിടെ വരെ നടന്ന്. ആന കാര്യങ്ങളൊന്നുമില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇനി നേരെ നമ്മൾ ഫുഡ് കഴിക്കണം. അട്ട കൈ കടിച്ചത് കാരണം എല്ലാം ഊരേണ്ടി വന്നു. അതാ പോണ ഒരു പഹയം കരിമ്പാറം. ബാബ അങ്ങോട്ട് പോവാ, ലൈറ്ററിലോട്ട് പോവാ. നീ പോ, പരാഗണം. ആ ഒരെണ്ണം കടിച്ചിട്ടുണ്ട്. ഹലോ, അങ്ങനെ ഫെബിൻ്റെ ഗൈഡൻസോടെ നമ്മൾ ഓഫ് റോഡ് അടിക്കുകയാണ്. ഫെബിനൊരു
വലിയൊരു ഓഫ് റോഡറാണെന്നാണ് പറയണത്. ഒന്നുമില്ല എന്തോ കേട്ടും തോന്നുന്നു. വേണ്ടണ്ട. പീക്ക് ഓഫ് റോഡ്സ് ഒന്നുമല്ല, ഡീസൻറ്റ് നോർമൽ ബിഗിനേഴ്സ് ട്രെയിൽസാണ്. അത്യാവശ്യം എല്ലാവർക്കും കയറി വരാം. ലുക്ക് അറ്റ് ദ ലാൻഡ്സ്കേപ്സ് മാൻ. ഇറങ്ങട്ടെ, ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. പോട്ടെ, പാക്കലാം. മഴ മഴ മഴ. ഒരു പട്ടിനെ ഇപ്പൊ ചാർജ് ചെയ്തവള് ഇന്നലെ കൊണ്ടാണ്ട് പോയി. ഇന്നൊരു പട്ടിനെ ചാർജ് ഞാൻ തിരിച്ചാ പട്ടിനെ കൊണ്ടുപോകും. തുടങ്ങിയില്ല. അവിടെ നിന്ന് പോണം. പാവാണ് അത് പോയി. ഈ കാണിച്ചെന്നാ ചെറുതാണ്. നിഷ്കളങ്കമായിട്ട് പോയൊരുത്തൻ. സോ ഫൈനലി ഇത് നമ്മൾ ടീ ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഡെഡ് മാക്സ് കഫേ. അതെ, RX സെൻറ്റർ തൊട്ട അവിടെ അലാറടിയും. You again. Okay.